So guys, once again welcome to our IBID Campus YouTube channel. So it's time to react some comments of our marathon video. ഈ ഒരു വീഡിയോയിൽ നമ്മുടെ NOS ഒക്ടോബർ 2024 നമ്മൾ എല്ലാവരും ഓരോ മാരത്തൺ ചെയ്തിട്ടുണ്ടായിരുന്നു, മാരത്തൺ വീഡിയോ. അപ്പോൾ അതിന്റെ കുറച്ച് കമന്റ്സ് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു, പിന്നെ അന്ന് എന്താ എക്സാമിന്റെ തിരക്കൊക്കെ ആയിട്ട് എക്സാം കഴിയട്ടെ, റിസൾട്ട് വരട്ടെ എന്നൊക്കെ വിചാരിച്ചു. സത്യം പറഞ്ഞ മാരത്തൺ നമുക്കും ഒരു ചാലഞ്ചിങ് ആണ്. 2 മണിക്കൂർ ആ പാഠങ്ങൾ ഫുള്ള് നിൽപ്പിൽ എടുക്കണം, മാക്സിമം നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിന്റെ കമന്റ്സ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും പതിഞ്ഞ കമന്റ്സ്, രസകരമായ കമന്റ്സ്, അത്തരം അത്തരം നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം. അപ്പൊ ഞാന് ഒരു കമന്റ് വായിക്കാം. ആരുതാന്ന് പറയണം കേട്ടോ. വാസുര മിസ്, ഞങ്ങള് വാസു എന്ന് വിളിക്കാറുണ്ട്. ഗൗരി നന്ദ ആയിട്ടൊരു കമന്റ് ആണ്. എന്നും വിസ്മയമായ ടീച്ചർ, മലയാളം കഥ പറയുന്നത് കേട്ടാൽ മാത്രം മതി, പ്രത്യേകിച്ച് കണ്ണാന്തളി പൂക്കളുടെ കാലം, ഡീസോണിന്റെ മുത്ത്, പിന്നെ 6 ലവ് ചിഹ്നം. മലയാളം എന്ന് പറയുമ്പോ പിന്നെ ഓഫ്കോഴ്സ് ഒരു മലയാളി തനിമയുള്ള ടീച്ചർ. പിന്നെ തോന്നിട്ടില്ല മിസ്സിനെ ഒരു മലയാളി തനിമ, മലയാളം തനിമയുള്ള മുടി മുമ്പിലേക്ക് ഇടും. ഇംഗ്ലീഷ് പറയുമ്പോ ബാക്കിലേക്ക് ഇട്ടു. അതുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ അങ്ങനെ കമന്റ് ഉണ്ട്, ഞാൻ അയച്ചുതരാം. അങ്ങനെ കമന്റ് ഉണ്ടായിരുന്നോ? മലയാളം ക്ലാസ്സിൽ അവളൊരു തനി മലയാളി, ഇംഗ്ലീഷ് ക്ലാസ്സിൽ അവളൊരു മോഡേൺ മദാമ, അങ്ങനെ ഒരു ഇംഗ്ലീഷ് ടീച്ചർ, അത്രേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ അങ്ങനെയാണത്, ആ കമന്റ് ഞങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. അത് പറഞ്ഞ ആള് നിഷ മലയാളത്തിന്റെ ലൈവിൽ അവളൊരു തനി മലയാളി ടീച്ചർ, ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇനി മറ്റൊരാള്, അത് അറിവ് ചൂക, ആളെ പേരല്ല തോന്നുന്നുണ്ട്. ടീച്ചറുടെ ആത്മാർത്ഥമായ ശ്രമം ശരിക്കും വിഷമമാണ് തോന്നിയത്. ആ കുട്ടി അത്രയും ഹൃദയത്തിട്ട കമന്റ് ആക്കാൻ, എന്നിട്ട് ഇവിടെ ഇരുന്ന് ചിരിക്കുന്നു. ഞാൻ ടീച്ചറുടെ വിദ്യാർത്ഥിയാണ്, പക്ഷെ പേരില്ല, അറിവ് ചൂ അങ്ങനെ എന്തോ ആണ്. പിന്നെ നിഷ പറഞ്ഞോ, നിഷയാണ് നേരത്തെ പറഞ്ഞല്ലേ മലയാള ക്ലാസ്. ആ കുട്ടി വേറെ ഒന്നും കൂടി ഇട്ടിട്ടുണ്ട്. മിസ്സിന്റെ ക്ലാസ്സിന്റെ ഒരു വലിയ ആരാധികയാണ്, പ്രിയപ്പെട്ട ടീച്ചർ. നിഷക്കോട് എന്തെങ്കിലും പറയൂ, നിഷക്കോട് എന്തെങ്കിലും പറയൂ. നിങ്ങളെ കോമന്റ് കണ്ടിട്ട് അടുത്ത് എവിടെ മൈക്ക് എവിടെടാ? ഇതൊരു മാരത്തണിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ടോപ്പ് കമന്റ് ആണ്. ഞാൻ വായിക്കങ്ങൾ പറയണേ, ഇതൊക്കെ നോക്കല്ലേ. ബ്ലാക്ക്, അതൊക്കെ എന്തോ ബ്ലാക്ക് ഫോക്സ് ആ ഒരു മെയിൽ ഐ ഡി എന്നാണ്. ബാങ്ക് വിളിച്ചപ്പോ ബ്രേക്ക് എടുത്ത് നിസ്കരിക്കാൻ പോയ മനസ്സ് ലവ് ചിഹ്നം. അത് നമ്മളെ ഒന്നാമത് നമ്മളിവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്നത് അതിന് നിർത്തിയിട്ടുണ്ടായില്ല. അതന്നെ കുട്ടി പറഞ്ഞത്. അതെന്താ വെച്ചാൽ ഇവിടെ അടുത്താണ് ഞങ്ങൾക്ക് പള്ളി ഉള്ളത്, ഐബിഡ് ക്യാമ്പസിന്റെ അടുത്ത് പള്ളി ഉണ്ട്. അപ്പൊ ബാങ്ക് കൊടുക്കുമ്പോ ഓഫ് കോഴ്സ് നമ്മൾ നിർത്തും, അല്ലെങ്കിൽ അത് സൗണ്ട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മിസ് നിർത്തിയതാണ്. പിന്നെ മിസ്സിന്റെ ഇതില് വന്നതാണ് സുമയ്യ വ്ളോഗ്സ്. പഠിക്കുക വീണ്ടും പഠിക്കുക. സുമയ്യയുടെ തന്നെ തിരിച്ചു പറഞ്ഞോളൂ. പഠിക്കാനാണോ? ക്ലാസ് എടുക്കാൻ പഠിക്കാറില്ലല്ലോ. അതല്ല മിസ് പറഞ്ഞോളൂ. അതന്നെ എനിക്കും തിരിച്ചും പറയാനുള്ളത്. പഠിക്കുക വീണ്ടും പഠിക്കുക തുടർന്നും പഠിക്കുക. മുഹമ്മദ് കോയ സാഹിബിന്റെ കോട്ടാണ്, അതാണ് ആ കുട്ടി എഴുതിയിട്ടുള്ളത്. പിന്നെ ഒരു കുട്ടി മിസ്സിനോട് പറഞ്ഞിട്ടുള്ളത്, ക്ലാസ് പൊളിച്ചു, ഇതുപോലെ എക്സാമിന് ചോദ്യത്തിന്റെ അർത്ഥം പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ലല്ലോ. 2 കരച്ചില്.
ക്ലാസ് മനസ്സിലാക്കിയാണ് പഠിക്കണം. നമ്മൾ ഓൾറെഡി ക്ലാസ് കൃത്യമായിട്ട് കേട്ട ഇംഗ്ലീഷ് പലരും അങ്ങനെ പറയാറുണ്ട്, ഇംഗ്ലീഷ് ഒരു ബുദ്ധിമുട്ടല്ലേ, ക്വസ്റ്റ്യൻ ഒരു ബുദ്ധിമുട്ടല്ലേ, അങ്ങനെയല്ല. നമുക്ക് ഐ കോഴ്സ് ഉണ്ട് ഇംഗ്ലീഷിന്റെ ഇടയിൽ കൂടെ പ്രൊമോഷൻ. താങ്ക് യു ഗൈസ്. അടുത്ത കമന്റ് ഇത് ആരെ കുറിച്ചാന്ന് പറയണേ. ടീച്ചറുടെ ലേ എന്ന് പറയുന്നത് അല്ല, അപ്പൊ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന മാരേജ് ആണല്ലേ, കിൻഷിപ്പ് ആണല്ലേ, അങ്ങനെ ഉണ്ടായി. മലപ്പുറം ഭാഷ നന്നായിട്ട് ഇടക്കിടക്ക് കൂടുന്നുണ്ട്, ഒരു സംശയം ഉണ്ടായില്ല. അപ്പൊ ഞങ്ങളത് രസമായിട്ടാണ് കാണുന്നത്. ഓരോരുത്തർക്കും അവരുടെ തനതായിട്ടുള്ള ശൈലിയുണ്ട്. മിസ്സിന്റെ ഒരു ശൈലിയാണ്. അതല്ലേ അതെല്ലേ. മിസ്സിന്റെ ലേ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും, ലേ ഇഷ്ടമല്ലാതെ. പിന്നെ മുർഷിന മിസ്സിന്റെ ക്ലാസ്സിൽ വന്നൊരു കമന്റ് ആണ്, വല്ലാത്തൊരിത്, എന്നിട്ടൊരു ഹാർട്ടാണ്, വല്ലാത്തൊരു സംഭവം. മുർഷിനെ പഹയനോ പഹയ. അതുപോലെ തന്നെ വെരി ഇൻഫോർമേറ്റീവ്. ഫഹീം അടുത്ത ആള് ഷബിന റഷീദാണ് വല്ലാത്തൊരു ഇത് എന്നിട്ടത്. അതുപോലെ തന്നെ മിസ്സിന്റെ ഫഹീം അലി വെരി ഇൻഫോർമേറ്റീവ്. എന്താണ് ഫഹീമിനോട് എന്താ പറയാനുള്ളത്? എന്താ പറയാ, ക്ലാസിനെ കുറിച്ച് കമന്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഡാറ്റ എൻട്രിൻ്റെതായിരിക്കും അത് വന്നിട്ടുണ്ടാവുക. ഓക്കെ, ഡാറ്റ എൻട്രി നേരത്തെ പറഞ്ഞല്ലോ നല്ല ടഫാണ്, അതുകൊണ്ട് കുട്ടികളൊക്കെ ഫഹദ് ക്വാളിറ്റി ഇൻഫർമേഷൻ. ഓക്കെ, താങ്ക് യു ഫഹദ്. ഓക്കെ, ഇനി നമുക്ക് ആരുടെ കമന്റ് കേൾക്കാനുള്ളത്? ആഷിഫ് സാറെ കമന്റ് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഞാൻ തന്നെ വായിക്കാം. പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഇപ്പോ 2 ദിവസം മുമ്പ് എക്സാം കഴിഞ്ഞ് ഒരാൾ ഇട്ടതാണ്. നമ്മുടെ MMD അതിന് റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. അനീഷ് ആന്റണി കേൾക്കുന്നുണ്ടെങ്കിൽ അനീഷ് ആന്റണി ഇട്ടിട്ടുള്ളത് പാസ്സായി 86.5% മാർക്ക് ഉണ്ടെന്നാണ്. നമ്മുടെ മാരത്തൺ കണ്ടിട്ട് ആൾക്ക് 86% മാർക്ക് ഉണ്ടെന്ന് ആള് 2 ദിവസം മുമ്പ് കമന്റ് ചെയ്തു. ഇപ്പൊ എക്സാം കഴിഞ്ഞ് 2 മാസമായി, എന്നിട്ട് ആള് ഓർത്ത് വന്ന നമ്മുടെ ക്യാമ്പസിന്റെ വിദ്യാർത്ഥി അല്ലാന്നാണ്. ആണോ അനീഷ് തന്നെ വിദ്യാർത്ഥി? നമുക്ക് അയക്കേണ്ടതാണ്. വിദ്യാർത്ഥി ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പൊ മേ ബി എല്ലാ വിദ്യാർത്ഥിയുടെ പേര് നമുക്ക് ഓർക്കാൻ കഴിയില്ല, കാരണം നമുക്കൊരു വർഷത്തിൽ 1000-ന് മുകളിൽ വിദ്യാർത്ഥികൾ NOS നമ്മുടെ ക്യാമ്പസിൽ തന്നെ ഉണ്ട്. അപ്പൊ എല്ലാ വിദ്യാർത്ഥികളുടെ പേര് നമ്മൾ ഒരു പക്ഷേ ഓർക്കണമെന്നില്ല. എന്തായാലും അനീഷ് ഇങ്ങനെ ഒരു കമന്റ് ഇട്ട് ഒരുപാട് സന്തോഷം. ഇത് തന്നെയാണ് നമ്മുടെ ഹിസ്റ്ററിയുടെയോ പൊളിറ്റിക്സിന്റെ ഏതോ ഒരു മാരത്തൺ വീഡിയോന്റെ താഴെ ഈ കമന്റ് വന്നിട്ടുള്ളത്. താങ്ക് യു അനീഷ്. ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീഡ്ബാക്ക് തന്നെയായിരുന്നു അത്. ഇത് ഞാനൊരു കമന്റ് വായിക്കാട്ടോ. ആരെ കുറിച്ചിട്ടാന്ന് പറയണേ. ജസീല കെ എഴുതിയിട്ടുള്ള ഒരു കമന്റ് ആണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ചു കണ്ടു, ഒരു പ്രിയദർശൻ മൂവി കണ്ട ഫീൽ. താങ്ക് യു വെരി മച്ച്. പ്രിയദർശൻ ഇതറിഞ്ഞാൽ ചിലപ്പോ ആളോട്ട് തല്ലിക്കോന്ന് അറിയില്ല. പ്രിയദർശൻ മൂവി കണ്ട ഫീൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം ആരെ കുറിച്ചാണ് എന്നുള്ളത്. എന്നെ തിന്നാനുള്ള സമയമായിരിക്കും, നോക്കിക്കോളൂ, തിന്നോളൂ. ബോക്സിൽ തുരുതുരോനെ കമന്റ് ഏത് വായിക്കണം എന്നറിയാം. ശരിയാണ്. മാരീഡ് ആണോ സർ? മാരീഡ് ആണോ? 2 കുട്ടികളുണ്ട്. നെക്സ്റ്റ് ഉണ്ട് കേട്ടോ. ടീച്ചർ എന്ന പദവിയുടെ ഉത്തമോദാഹരണം. ഓക്കെ, ഇത് ജസീലോ ഫുൾ ജസീല ഭയങ്കര ഫാനാണെന്ന് തോന്നുന്നു. ജസീല കമന്റ് ബോക്സ് ഏറ്റെടുത്തുക തോന്നുന്നു. ടീച്ചർ എന്ന പദവിയുടെ ഉത്തമോദാഹരണം. ഓക്കെ, ആഷിഫ് സാർ ഒരു 3 ലവ് ചിഹ്നം ഉണ്ട്. കുട്ടികൾ വരെ നേരെ വായിക്കാൻ പറയാതെ പഠിക്കാൻ നോക്കി. ഓക്കെ, നെക്സ്റ്റ് ഉണ്ട്. I believe he is one of the strongest pillars of the institute in his role as a teacher. Thank you very much and love. Okay, ഒരു ചിരിക്കണ സ്മൈലി ഉണ്ട്, ഒരു ലവ് ചിഹ്നത്തിന് സ്മൈലി ഉണ്ട്, പിന്നെ ഒരു ലവ് ചിഹ്നം ഉണ്ട്. ഓക്കെ, വാഹിദ് ഡിവൈസ്. ഓക്കെ, വാഹിദ്. ഞാൻ മാത്രല്ല, ഇവരൊക്കെ ക്യാമ്പസിന്റെ പില്ലേഴ്സ് ആണ്. എല്ലാവരും അവരുടെ റോളില് ഇവിടുത്തെ പില്ലേഴ്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ, സ്ട്രോങ്ങസ്റ്റ് പില്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്ട്രോങ്ങസ്റ്റ് പില്ലർ. ഓക്കെ, സ്വയം പൊക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അത് ഞങ്ങളാണ് ഏറ്റെടുത്തേക്കാണ്. നെക്സ്റ്റ്, ഇത്രയും നല്ല സാറിനെ കിട്ടിയതിന് വളരെ നന്ദി. രജനി ശ്രീകുമാർ ഓക്കെ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു രജനി. നെക്സ്റ്റ്, ഞങ്ങളുടെ ആശിഫ് സാർ സൂപ്പറാ.
സൂപ്പറാ. മതി, ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. മതി മതി. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ആശിഷ് സർ വളരെ സൂപ്പർ ആണ് എന്നുള്ളത്. അതെ അതെ. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഒരുപാട് സാറിന്റെ കമന്റ്സ് എടുത്ത് നമ്മൾ ഇന്നൊന്നും കഴിയൂല കേട്ടോ, കാരണം ഒരുപാട് കമന്റ്സ് ഉണ്ട് സാറിന്. പറഞ്ഞ പോലൊക്കെ പറഞ്ഞു സംതിങ്ങോളം കമന്റ് Comments ആണ്. അല്ല ഞങ്ങള് നോടെ പറയല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ വേണമെങ്കിൽ സാറിന്റെ ലൈവ് ഉണ്ട്, അതിൽ നോക്കി നോക്കാം. ഓക്കെ, നമ്മള് ഡിഗ്രിന്റെ ലൈവ് കാണട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി. നിങ്ങൾ എഴുതിയ എല്ലാ കമന്റ്സും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഞങ്ങൾ തമാശ രൂപേണ ജസ്റ്റ് അവതരിപ്പിച്ചെന്ന് മാത്രം. ഒന്ന് തമാശയായിട്ടല്ല കാണുന്നത്, എല്ലാം ഹൃദ്യമായി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ വായിച്ചതാണ്, നമ്മുടെ മനസ്സിലുള്ളതാണ്. ഓക്കെ, ഇപ്പൊ അതാണ് ഒരാൾ കമന്റ് വായിക്കുമ്പോൾ അടുത്ത ആൾക്ക് മനസ്സിലാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ സ്റ്റാഫ് റൂമിലൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. കാരണം ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ ടീച്ചറിനെ സംബന്ധിച്ച് ഏത് വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നല്ല സന്തോഷമാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാ കമന്റ്സിനും 1000 നന്ദി. ഹൃദ്യമായി ഞങ്ങളുടെ മാരത്തൺ ഏറ്റെടുത്തതിന് നന്ദി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെഷൻ കുറച്ച് തമാശ ആയിട്ടാണെങ്കിലും എല്ലാം ഞങ്ങൾ സീരിയസ് ആയിട്ട് കമന്റ്സ് ഒക്കെ എടുത്തിട്ടുള്ളത് അല്ലേ. അതെ അതെ. പിന്നെ നിങ്ങൾ ആരും നെഗറ്റീവ്സ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതും സന്തോഷം. എന്തായാലും ഇനിയും ഐബിഡ് ക്യാമ്പസിനോട് കൂടെ ഡിഗ്രി ഒക്കെ പഠിക്കാൻ നമ്മുടെ NOS കുട്ടികൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എനിവേ, താങ്ക് യു. താങ്ക് യു.